ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുംബൈയിൽ. ഗോരേഗാവിൽ 29,400 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ആയുഷ്മാൻ ഭാരതിന് കീഴിലുള്ള വിവിധ പദ്ധതികൾ ഉദ്ദേശലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡ. ഉഭയകക്ഷി വ്യാപാരത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തീരുമാനിച്ച ഇന്ത്യയും ഖത്തറും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുംബൈ സന്ദർശിക്കും. ഗോരേഗാവിലെ നെസ്കോ എക്സിബിഷൻ സെന്ററിൽ 29,400 കോടി രൂപയിലധികം മൂല്യമുള്ള റോഡ്, റെയിൽവേ, തുറമുഖ മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് ഇന്ത്യൻ ന്യൂസ് സർവീസ് സെക്രട്ടേറിയറ്റിൽ INS ടവേഴ്സ് ഉദ്ഘാടനം ചെയ്യും. താനെ ബോറിവാലി ടണൽ പദ്ധതി, ഗോരേഗാവ് മുളുന്ത് ലിങ്ക് റോഡ് പദ്ധതിയുടെ തുരങ്ക നിർമ്മാണം, നവി മുംബൈയിലെ കല്യാൺ യാർഡ് പുനർനിർമ്മാണം, ഗതിശക്തി മൾട്ടി മോഡൽ കാർഗോ ടെർമിനൽ എന്നിവയ്ക്ക് അദ്ദേഹം തറക്കല്ലിടും. ലോകമാന്യ തിലക് ടെർമിനസിലെ പുതിയ പ്ലാറ്റ്ഫോമുകളും ശ്രീ മോദി രാജ്യത്തിന് സമർപ്പിക്കും. യുവജനങ്ങളിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള 5,600 കോടി രൂപയുടെ മുഖ്യമന്ത്രി യുവകാര്യ പ്രതീക്ഷൻ യോജനയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെയും ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെയും പുരോഗതി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡ വിലയിരുത്തി. പദ്ധതികൾ ഉദ്ദേശലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതായി ന്യൂഡൽഹിയിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചേർന്ന യോഗത്തിന് ശേഷം ശ്രീ നഡ്ഡ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 34.7 കോടിയോളം ആയുഷ്മാൻ കാർഡുകൾ വിതരണം ചെയ്തു. അഡ്മിറ്റ് ചെയ്യപ്പെട്ട 7.35 കോടി പേർക്ക് ഇതിന്റെ ഗുണഫലം ലഭിച്ചു. 1 ലക്ഷം കോടി രൂപയുടെ സഹായമാണ് വിതരണം ചെയ്തത്. ഇത്തരം പദ്ധതികളുടെ ഗുണഫലം സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവർക്കും അത്യാവശ്യക്കാർക്കും ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും ശ്രീ നഡ്ഡ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തായ്ലാന്റ് വിദേശകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, നിക്ഷേപം തുടങ്ങി നിരവധി വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. സമുദ്രമേഖലയിലെ അയൽക്കാർ എന്ന നിലയിൽ തായ്ലൻഡും ഇന്ത്യയും തമ്മിൽ സാംസ്കാരിക ബന്ധമുണ്ടെന്ന് ശ്രീ ജയശങ്കർ സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. പ്രാദേശിക വിഷയങ്ങൾ, ഇന്ത്യ ആസിയാൻ, ഇൻഡോ പസഫിക് ബന്ധം, ഐക്യരാഷ്ട്രസഭയുമായുള്ള സഹകരണം എന്നിവയും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഉഭയകക്ഷി വ്യാപാരത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തീരുമാനിച്ച ഇന്ത്യയും ഖത്തറും. ഈ മാസം 10-ന് ഖത്തർ അധികൃതരുമായി വിവിധ മന്ത്രാലയങ്ങളിലെ ഇന്ത്യൻ പ്രതിനിധികൾ നടത്തിയ സംയുക്ത പ്രവർത്തക സംഘ യോഗത്തിലാണ് തീരുമാനം. ഭക്ഷ്യസുരക്ഷ, വാണിജ്യം എന്നിവയിലെ പുരോഗതി ചർച്ചയിൽ വിലയിരുത്തി. വിലപിടിപ്പുള്ള കല്ലുകൾ, സ്വർണം, പ്രാദേശിക കറൻസികളിലെ വാണിജ്യം, മരുന്ന്, ഭക്ഷ്യ സംസ്കരണം, ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താൻ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ശക്തിപ്പെടുത്തൽ എന്നിവയും ചർച്ച നടന്നു. ഖത്തറിന്റെ 2ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഈ മാസം ആരംഭിക്കുന്ന പാരീസ് ഒളിമ്പിക്സിനായുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നു. അത്ലറ്റുകൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നതിനായി കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു. മത്സരത്തിലുടനീളം ഇന്ത്യൻ താരങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. മത്സരാർത്ഥികളുടെ ശാരീരിക, മാനസിക ക്ഷമത ഉറപ്പാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യയിൽ നിന്ന് 48 വനിതാ താരങ്ങൾ ഉൾപ്പെടെ 118 അത്ലറ്റുകളാണ് 16 ഇനങ്ങളിലായി ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്നത്. 7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് നടക്കും. പശ്ചിമബംഗാളിലെ റായ്ഗഞ്ച്, റാണഘട്ട് ദക്ഷിൺ, ബാഗ്ദ, മണിക്തല, ഹിമാചൽ പ്രദേശിലെ ഡഹിറ, ഹാമിർപൂർ, നലഗഡ്, ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ്, മംഗളൂർ, ബീഹാറിലെ രൂപൌലി, മധ്യപ്രദേശിലെ അമർവാര, തമിഴ്നാട്ടിലെ വക്രവണ്ടി, പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ് എന്നിവിടങ്ങളിലേക്കാണ് ബുധനാഴ്ച വോട്ടെടുപ്പ് നടന്നത്. കാവേരി നദിയിലെ ജലം തമിഴ്നാട്ടിലേക്ക് തുറന്നുവിടണമെന്ന കാവേരി വാട്ടർ റെഗുലേറ്ററി കമ്മിറ്റിയുടെ ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ കർണാടക സർക്കാർ തീരുമാനിച്ചു. ജലസംഭരണികളിൽ വെള്ളം കുറവായതിനാൽ തമിഴ്നാടിന് ജലം നൽകാനുള്ള സാഹചര്യം ഇപ്പോൾ കർണാടകയ്ക്കില്ലെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. ഇതു സംബന്ധിച്ച് ബംഗളൂരുവിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് മുഖ്യമന്ത്രി തീരുമാനം അറിയിച്ചത്. കാവേരിയുടെ കുറുകെയുള്ള 4 ഡാമുകളിലും നീരൊഴുക്ക് 28% കുറഞ്ഞിട്ടുണ്ട്.
നിലവിൽ കൃഷിക്ക് ആവശ്യമായ ജലം മാത്രമാണ് ഡാമുകളിലുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയ്ക്കുള്ള എഞ്ചിനാണ് ബിംസ്റ്റെക് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാനപരവും സുസ്ഥിരവും സുരക്ഷിതവുമായ ബിംസ്റ്റെക് മേഖലയ്ക്കുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത അദ്ദേഹം ആവർത്തിച്ചു. ബിംസ്റ്റെക് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യ മന്ത്രിമാർ ഇന്നലെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. കണക്ടിവിറ്റി, ഊർജ്ജം, വ്യാപാരം, ആരോഗ്യം, കൃഷി, ശാസ്ത്രം, സുരക്ഷ, ജനങ്ങളുമായുള്ള ആശയവിനിമയം തുടങ്ങിയ മേഖലകളിൽ പ്രാദേശിക സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയുമായി അവർ ചർച്ച നടത്തി. സെപ്റ്റംബറിൽ തായ്ലൻഡിൽ നടക്കാനിരിക്കുന്ന ബിംസ്റ്റെക് ഉച്ചകോടിക്ക് രാജ്യത്തിന്റെ പൂർണ്ണ പിന്തുണ പ്രധാനമന്ത്രി അറിയിച്ചു. 2023-24 ഇന്ത്യ സുസ്ഥിര വികസന സൂചിക നിതി ആയോഗ് പുറത്തിറക്കി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറുകയാണെന്ന് സൂചിക പറയുന്നു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ രാജ്യത്തിന്റെ പുരോഗതി അളക്കുന്നതിനുള്ള പ്രധാന ഉപകരണമാണ് നിതി ആയോഗ് സൂചിക. നിതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറിയാണ് സൂചിക പുറത്തിറക്കിയത്. കേരളത്തിൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ കെയർ ഹോമിൽ കൂടുതൽ പേർക്ക് കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. പ്രദേശത്ത് കോളറ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുവരികയാണെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്നുമുള്ള വെള്ളത്തിന്റെ സാമ്പിളുകളും ഭക്ഷണ സാമ്പിളുകളും പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. രോഗം ബാധിച്ചവർ ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലാണ്. പുതിയ ക്ലസ്റ്ററുകൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കാനും നിരീക്ഷണം ശക്തമാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. കേന്ദ്രമന്ത്രിയായതിനു ശേഷം ആദ്യമായി കണ്ണൂരിലെത്തുന്ന ജോർജ് കുര്യൻ ഇന്ന് വൈകിട്ട് പയ്യാമ്പലത്തെ മാരാർജി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും. മുതിർന്ന BJP നേതാവ് CK പത്മനാഭന്റെ വീടും അദ്ദേഹം സന്ദർശിക്കും. വൈകിട്ട് 7 മണിക്ക് BJP ജില്ലാ നേതാക്കളുമായി അദ്ദേഹം മാരാർജി ഭവനിൽ കൂടിക്കാഴ്ച നടത്തും. ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനത്താൽ കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് രാത്രി വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ മുതിർന്ന കമാൻഡർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരനായ ഐമൻ ഷെവാഗ്ദെയാണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന്. സിംബാബ്വെയിലെ ഹരാരെയിൽ ഇന്ന് വൈകുന്നേരമാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. ആദ്യ മത്സരത്തിൽ സിംബാബ്വെ 13 റൺസിന് വിജയിച്ചിരുന്നു. മറ്റ് 2 മത്സരങ്ങളിലും ഇന്ത്യ ജയിച്ചു. നാളെയാണ് പരമ്പരയിലെ അവസാന മത്സരം. ഇറ്റലിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഷൂട്ടിംഗ് സ്പോർട്ട് ഫെഡറേഷൻ ജൂനിയർ ലോകകപ്പിൽ വനിതകളുടെ ട്രാപ്സ് വിഭാഗത്തിൽ ഇന്ത്യയുടെ സബീര ഹാരിസിന് വെങ്കലം. ഇന്നലെ നടന്ന ഫൈനലിൽ അമേരിക്കൻ താരം സ്വർണവും ഇറ്റാലിയൻ താരം വെള്ളിയും നേടി. ജൂനിയർ വിഭാഗത്തിൽ ഭവ്യ ത്രിപാഠി 26ാം സ്ഥാനത്തും രാജ്കുമാർ ഇംഗ്ലെ 33ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തു. വിംബിൾഡൺ ടെന്നീസിൽ ഇന്ന് നടക്കുന്ന വനിതാ സിംഗിൾസ് ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക് താരം ബാർബറെ ക്രെച്ചിക്കോവ ഇറ്റലിയുടെ ജാസ്മിൻ പവോലിനിയെ നേരിടും. പുരുഷ സിംഗിൾസിൽ നാളെ നൊവാക് ജോക്കോവിച്ച് കാർലോസ് അൽക്കാരസുമായി ഏറ്റുമുട്ടും. ഇറ്റലിയുടെ ലൊറൻസോ മുസറ്റിയെ തോൽപ്പിച്ചാണ് ജോക്കോവിച്ച് ഫൈനലിലെത്തിയത്. റഷ്യൻ താരം ഡാനിൽ മെദ്വദേവിനെ തോൽപ്പിച്ച് അൽക്കാരസും ഫൈനലിലെത്തി. IIT ഡൽഹിയും പ്രസാർ ഭാരതിയും ചേർന്ന് ഇന്നു മുതൽ ഡൽഹിയിലെ ത്യാഗരാജ് സ്റ്റേഡിയത്തിൽ DD റോബോകോൺ ഇന്ത്യ 2024 സംഘടിപ്പിക്കും. റോബോട്ടിക്സ് മേഖലയിലെ സാങ്കേതിക നൈപുണ്യ വികസനം പ്രോത്സാഹിപ്പിക്കാനാണ് പരിപാടി. രാജ്യത്തെ കോളേജുകൾ, സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള 750-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുംബൈയിൽ. ഗോരേഗാവിൽ 29,400 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ആയുഷ്മാൻ ഭാരതിന് കീഴിലുള്ള വിവിധ പദ്ധതികൾ ഉദ്ദേശലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. ഉഭയകക്ഷി വ്യാപാരത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തീരുമാനിച്ച് ഇന്ത്യയും ഖത്തറും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.